ഒരു കൊലപാതക വാർത്തയുടെ ഞെട്ടലിലാണ് തലസ്ഥാന നഗരം ഇന്ന് ഉറക്കമുണർന്ന് എഴുന്നേറ്റത് എന്നുള്ളതാണ്. 5:40 നാലാഞ്ചിറയിലാണ് ഈ ഒരു കൊലപാതകം നടന്നത്. വാക്കുതർക്കത്തെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തുകയായിരുന്നു. കരക്കത്തി ഉപയോഗിച്ച് കഴുത്തറുത്താണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ്. ഹസീന എന്ന 36 വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത്. സുരേഷ് എന്ന ഭർത്താവ് ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോവുകയും ചെയ്തു. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാലാഞ്ചിറയിൽ 4 മാസം മുമ്പാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നതിന് വേണ്ടി എത്തിയത്. വാടക എന്ന് പറയുമ്പോൾ കരാർ അടിസ്ഥാനത്തിൽ വീടെടുത്ത് അവിടെയാണ് താമസിക്കുന്നത്. 4 മാസം മുമ്പ് ഇവർ വന്നു. 4 കുട്ടികളാണ് ഇവർക്കുള്ളത്. മൂത്ത കുട്ടിക്ക് 18 വയസ്സ്, 18ഉം 16ഉം 8ഉം 6ഉം വയസ്സുള്ള കുട്ടികളാണ് ഇവർക്കുള്ളത്. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമാണ് ഈ ഹസീന സുരേഷ് ദമ്പതികൾക്ക് ഉള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവരിങ്ങനെ വീടുകൾ വാടകയ്ക്ക് താമസിക്കുന്ന മാറി താമസിക്കുന്ന ഒരു നിലയുണ്ട്. ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ തന്നെ വലിയ തർക്കങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ തർക്കത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരുവരെയും വിളിപ്പിക്കുകയും തുടർന്ന് പോലീസ് ഇവർ തമ്മിലുള്ള ഈ ഒരു വഴക്ക് അത് ഒത്തുതീർപ്പാക്കി വിടുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. രാവിലെ വാക്കുതർക്കത്തിൽ ഇരുവരും ഏർപ്പെടുകയും തുടർന്ന് അത് കൊലപാതകത്തിലേക്ക് കലാശിക്കുകയുമായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ മൂത്ത കുട്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് എത്തി ഹസീനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കൊണ്ടുപോകുന്ന വഴിയിലാണ് ഈ മരണം സംഭവിക്കുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റുകയുമായിരുന്നു. എന്തായാലും ഈ AC മെക്കാനിക്കായി അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ഈ ഇലക്ട്രോണിക് ജോലികളൊക്കെ ചെയ്യുന്നയാളാണ് സുരേഷ്. ഈ കുടുംബത്തിലെ ചില അസ്വസ്ഥതകളാണ്, അസ്വാരസ്യങ്ങളാണ് ഇത്തരത്തിലൊരു വലിയ സംഭവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിലേക്ക് പോലും നയിക്കുന്ന ഒരു നിലയുണ്ടായത് എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ അഭിരാമിനൊപ്പം AB ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.